ഇന്ന് നമുക്കൊരു തൃശ്ശൂർ സ്റ്റൈൽ മീൻ കറി ട്രൈ ചെയ്ത് നോക്കിയാലോ. നല്ല നാളികേര പാലും പച്ചമാങ്ങയും എല്ലാം ചേർത്തിട്ടുള്ള മീൻ കറി. അതിനായി ഒരു 1/2 കിലോ മീനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ മുളക് പൊടി, 1/2 ടേബിൾ സ്പൂൺ ഉപ്പ്, 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് നല്ലപോലെ തിരുമ്മി വെച്ചിരിക്കുന്നതാണിത്. പിന്നെ ഇതിലേക്ക് വേണ്ടതാണ് 2 സവാള നീളനെ അരിഞ്ഞത്, അതുപോലെ തന്നെ ഇഞ്ചി നീളനെ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ്. പിന്നെ ഒരു 3 തണ്ട് കറിവേപ്പില, ഒരു പച്ചമാങ്ങ ഇതുപോലെ കഷ്ണങ്ങളായി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളക് ഒരു 5 പച്ചമുളക് നീളനെ നടുകീറി വെച്ചിരിക്കുന്നതാണ്. ഇത്രയും ഇൻഗ്രീഡിയൻസ് നമുക്ക് മെയിനായിട്ട് വേണം. പിന്നെ അതിലേക്ക് ചേർക്കാനായിട്ടുള്ള നാളികേരപ്പാല്, 1-ാം പാലും വേണം, 2-ാം പാലും നമ്മൾ പിഴിഞ്ഞ് മാറ്റി വെക്കണം. നമുക്കൊരു ചട്ടി വെച്ച് അതിലേക്ക് ഒരു 5 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത്, വെളിച്ചെണ്ണ ചൂടായി വരുമ്പോൾ സവാള ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഇഞ്ചി, പിന്നെ പച്ചമുളക്, പിന്നെ നമുക്കൊരു 2 തണ്ട് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഇത്രയും ചേർത്ത് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. പെട്ടെന്ന് ഇത് നമുക്ക് വഴണ്ടി വരാനായിട്ട് നമുക്കൊരു 1/4 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നന്നായി വഴണ്ടി വരുമ്പോൾ ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ മല്ലിപ്പൊടി ഒരു 1.5 സ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുത്തു. ഒരു 1/4 സ്പൂണ് മഞ്ഞൾപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലപോലെ മൂത്ത് പച്ചമണം എല്ലാം മാറി വരുമ്പോൾ നമ്മൾ 2-ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. അതൊന്ന് ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കുക. അതിലേക്കൊരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി ഈ 2-ാം പാൽ ഒന്ന് തിളച്ച് വരുന്ന നേരത്ത് നമ്മൾ നേരത്തെ തിരുമ്മി വെച്ചിരുന്ന ആ മീൻ കഷ്ണങ്ങൾ ഓരോന്നായി ഇതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ്. ഇനി ഇതൊന്ന് നല്ല പോലെ 2-ാം പാലിൽ കിടന്ന് വെന്ത് കിട്ടണം. ഒരു 10 മിനിറ്റോളം നമുക്ക് വേവിച്ചെടുക്കാം. അതൊന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാങ്ങ പൂളുകളായി മാറ്റി വെച്ചിരുന്ന മാങ്ങ അതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. മാങ്ങ ഒരുപാട് വെന്ത് പോകണ്ട. എന്നിട്ടൊരു 5 മിനിറ്റും കൂടി നമുക്ക് വേവിച്ചെടുക്കാം. അതും കൂടി ഒന്ന് വെന്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ 1-ാം പാല് ചേർത്ത് കൊടുക്കുകയാണ്. 1-ാം പാല് ചേർത്ത് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുകയാണ്. ഒന്നാം പാല് ചേർത്ത് കൊടുത്ത് ഒരു 5 മിനിറ്റും കൂടി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ മീൻ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ചട്ടി വെച്ച് അതിലേക്ക് ഉള്ളി അരിഞ്ഞത്, ഉള്ളി നീളനെയോ എങ്ങനെ വേണമെങ്കിൽ അരിഞ്ഞത് ഇട്ട് കൊടുക്കാം. ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ചേർത്ത് കൊടുത്ത ശേഷം നന്നായി ചൂടായി വരുമ്പോൾ ഈ ഉള്ളി ചേർത്ത് കൊടുക്കുക. അതിലേക്ക് ഒരു 2 തണ്ട് കറിവേപ്പില ചേർത്ത് കൊടുത്ത് നന്നായി വഴറ്റിയെടുക്കുക. ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ വഴറ്റിയെടുക്കണം. അതേ നമ്മുടെ ഗോൾഡൻ കളറായി വന്നിട്ടുണ്ട്. അത് നമ്മൾ തയ്യാറാക്കി വെച്ച മീൻ കറിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതേ നല്ല അടിപൊളി തൃശ്ശൂർ സ്റ്റൈൽ മീൻ കറി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ.